അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്ത വർഷം ആണ് പരീക്ഷ നടക്കുന്നെങ്കിലും ദർ ഇസ് നോ പ്രോബ്ലം. ഇനി ഈ സംശയവും ചോദിച്ച് എൻ്റെ മുമ്പിൽ വരരുത്. എൻ്റെ മുമ്പിലല്ല, ഒരു മനുഷ്യന്റെ മുമ്പിലും ഈ സംശയം ചോദിച്ചുകൊണ്ട് ഇനി നിങ്ങൾ പോകരുത്. എല്ലാവരുടെയും സംശയമാണ്, അടുത്ത UPSC എനിക്ക് എഴുതാൻ പറ്റുമോ, അടുത്ത LPSC എനിക്ക് എഴുതാൻ പറ്റുമോ, എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഇനി മുതൽ സ്വയം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയണം. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ സാധാരണഗതിയിൽ LPSC UPSC തസ്തികകളിലേക്ക് മറ്റ് PSC തസ്തികകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രായപരിധിയിൽ മാറ്റമുണ്ട്. പ്രായപരിധിയിൽ മാറ്റമുണ്ടെന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് അവരുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40 വയസ്സാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ജനറലിന് 40 വയസ്സ് വരെ പരീക്ഷ എഴുതാം. OBC കാറ്റഗറിയുടെ റിലാക്സേഷൻ, SC/SC കാറ്റഗറിയുടെ റിലാക്സേഷൻ ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ ജനറൽ വെച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇവിടെ ഈ ജനറൽ കാറ്റഗറിയിൽ X എന്ന് പറയുന്ന കുട്ടിയുടെ ജന്മദിനം എന്ന് പറയുന്നത് 1986 മെയ് മാസം 30 1986 മെയ് 30 ഈ X എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ജനിച്ചത്. 2026 LPSTയുടെ നോട്ടിഫിക്കേഷൻ വന്നു. 2026 ഈ ആൾക്ക് 40 വയസ്സാകും. 2026 മെയ് മാസം 30 ഇദ്ദേഹത്തിന് 40 വയസ്സാകും. 2026 ഡിസംബർ മാസമാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഡിസംബർ 31 എന്നൊന്ന് സങ്കല്പിക്കുക. മക്കളെ, ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹത്തിന് 40 വയസ്സായത് 2026 മെയ് 30 40 വയസ്സാകുന്നതോടുകൂടി സാധാരണഗതിയിൽ ഇന്നെലിജിബിൾ ആണ്, എഴുതാൻ കഴിയില്ല എന്നാണ് ഒരു തോന്നൽ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് വരുന്നത്. 2026 ഡിസംബർ 31 നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് എഴുതാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിയും. 2026 മെയ് 30 40 വയസ്സായ ആൾക്ക് എങ്ങനെ 2026 ഡിസംബർ 31 നോട്ടിഫിക്കേഷൻ വന്നാൽ എഴുതാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് 2026 ഡിസംബർ 31 വരുന്ന നോട്ടിഫിക്കേഷൻ 2026 ജനുവരി മാസം 1 തീയതിയിലെ വയസ്സ് വെച്ചുകൊണ്ടാണ് പരിഗണിക്കുന്നത്. അതായത് ഈ 2026 വരുന്ന ഏതൊരു നോട്ടിഫിക്കേഷനും 2026 വരുന്ന ഏതൊരു നോട്ടിഫിക്കേഷനും ഇതിന്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ പരിഗണിക്കുന്നത് അധ്യാപക തസ്തികയിൽ. അതായത് 2026 ജനുവരി 1 40 വയസ്സ് തികയാത്തവർക്ക് 2026 ജനുവരി 1 40 വയസ്സ് തികയാത്തവർക്ക്, ഇദ്ദേഹത്തിന് 40 വയസ്സാകുന്നത് 2026 മെയ് 30 ഇനി ജനുവരി 1 ഡേറ്റ് ഓഫ് ബർത്തേക്ക് പോയി ഔട്ടായ ആൾക്ക് എഴുതാൻ പറ്റില്ല. ജനുവരി 1 കഴിഞ്ഞ് ഏത് ദിവസം 2026 40 വയസ്സ് തികയുന്ന ആൾക്കും ആ വർഷത്തെ നോട്ടിഫിക്കേഷനിലുള്ള അധ്യാപക തസ്തികയിലെ മുഴുവൻ പരീക്ഷകളും എഴുതാൻ കഴിയുന്നതാണ്. കൃത്യമായി മനസ്സിലാക്കിയേക്കുക, ആധികാരികമായി മനസ്സിലാക്കിയേക്കുക. ഒരാളോടും ഇനി ഡൗട്ട് ചോദിക്കേണ്ട കാര്യമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നോക്കുക, 1986 ജനുവരി മാസം 2 തീയതി മുതൽ ഡിസംബർ 31 വരെ ജനിച്ച എല്ലാവർക്കും, ജനറൽ കാറ്റഗറിയിലുള്ള എല്ലാവർക്കും 2026 പരീക്ഷ എഴുതാം, നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്ത വർഷം ആണ് പരീക്ഷ നടക്കുന്നെങ്കിലും ദർ ഇസ് നോ പ്രോബ്ലം. അപ്പോൾ ആ കാര്യം കൃത്യമായി മനസ്സിലാക്കുക. ഏജ് ലിമിറ്റ് 18 to 40, only candidates born between 2/1/1986 and 1/1/2008 അങ്ങനെയായിരിക്കും 2026 നോട്ടിഫിക്കേഷൻ വരുന്നത്. Both dates included are eligible to apply for this post with the usual relaxation to SC/ST and other backward classes. ഇനി മറ്റുള്ള കമ്മ്യൂണിറ്റീസിന് എങ്ങനെയൊക്കെയാണ് ഏജ് റിലാക്സേഷൻ? OBCക്ക് 43 വയസ്സ് വരെ എഴുതാം, SC/STക്ക് 45 വയസ്സ് വരെ എഴുതാം. എന്നാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള പുതിയ റിസർവേഷൻകാർക്ക് ഏജ് ലിമിറ്റില് ഇളവില്ല. അവരെ ജനറൽ ആയിട്ടാണ് ഏജിന്റെ കാര്യത്തിൽ കൺസിഡർ ചെയ്യുന്നത്.
മനസ്സിലാക്കുക. ഈ 1982 ഒരു SC കാരന്റെ അല്ലെങ്കിൽ ഒരു ST കാരന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ അതിന്റെ കൂടെ 45 കൂട്ടുക. 45 കൂട്ടുമ്പോൾ വരുന്ന ഏത് വർഷമാണോ ആ വർഷത്തെ മുഴുവൻ LPSC UPSC നോട്ടിഫിക്കേഷനും എഴുതാം. ഇനിയും ഒരു മനുഷ്യന്റെ അടുത്തും പോയി ഈ സംശയവും ചോദിച്ച് നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ ഇനി ഒരു മനുഷ്യന്റെ അടുത്തും പോയി ഈ സംശയവും ചോദിച്ച് നിൽക്കരുത്. എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കുക. ഒരുപാട് കുട്ടികളുടെ അഭ്യർത്ഥനയാണ്, ഒരുപാട് കുട്ടികളുടെ സംശയങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോയുമായി വന്നതിന്റെ ആവശ്യകത മനസ്സിലാക്കുക, ഇത് മറ്റുള്ളവരിലേക്ക് എത്തുക. ലെറ്റ് വി മീറ്റ് അഗൈൻ. താങ്ക് യു.